ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിന്ന് അന്വേഷിക്കാന്ന് കരുതിയാ ഞങ്ങള് വന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. തീയതി കുറിച്ചു. അക്കാര്യം പറയാനാ ഞാൻ അമരാവതിയിലേക്ക് വരാനിരുന്നത്. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്തണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എന്റെ അനിയത്തിയുടെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടക്കണം. ഇയാൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഭാര്യ വേണ്ട, പിന്നെങ്ങനെയാ ഇവൾ ഹിറ്റ്ലറിന്റെ അനിയത്തിയാവുന്നത്? അധികം ആർഭാടങ്ങളൊന്നും വേണ്ടെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞു? കല്യാണത്തിന്റെ ആർഭാടങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. പ്രിയയുടെ കല്യാണം ഭംഗിയായിട്ട് കാണാനല്ലേ അങ്കിളിന്റെ ആഗ്രഹം. പണത്തിന്റെ കാര്യം ഓർത്ത് ഒരു വിഷമവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതല്ല മോനെ, അരികുമാരമേനോനും ഭാര്യയും കൂടി ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ആർഭാടങ്ങളൊന്നും അധികം വേണ്ടെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ഞങ്ങളതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഡേക്കയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അവരോട് ഞാൻ സംസാരിച്ചോളാം. എന്താ ജ്യോതിയുടെ അഭിപ്രായം? വിവാഹം ആർഭാടങ്ങളില്ലാതെ നടത്തണമെന്നാണോ? എന്റെ അഭിപ്രായം ആർഭാടങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ടെന്ന് തന്നെയാ. കാരണം ഇത് എന്നെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്റെ അനിയത്തിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ ജീവിതം കൊണ്ട് അവക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വേണ്ട. അവളെവിടെ? ജ്യോതി എവിടെയെന്ന്? അവളുടെ വീട്ടിലുണ്ട്. വാട്ട്? അവളുടെ വീട്ടിലോ? അതെ. സ്റ്റോപ്പ് മൈ സൺ. എന്തിനാ ജ്യോതി അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടത്? കുറച്ചു ദിവസത്തേക്ക് അവളോട് നിൽക്കട്ടെ. മൈ ഗോഡ്, എന്തിന്? ഇതാരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിക്കണമെന്ന് തോന്നിയില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടത്? പറയടാ. ഇങ്ങനെ കൊണ്ടുവിടാൻ മാത്രം എന്ത് തെറ്റാ ജ്യോതി നിന്നോട് ചെയ്തത്? ടെൽ മീ. അതിപ്പോ തൽക്കാലം അമ്മ അറിയണ്ട. ഇനിയിപ്പോ എന്തായാലും അവളോട് കുറച്ചു ദിവസം നിൽക്കട്ടെ. ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ. വേണ്ട, അമ്മയുടെ സ്ഥിര നമ്പറും ബോധം കെടലും ഹാർട്ട് അറ്റാക്കും ഒന്നും വേണ്ട. എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റമില്ല. ദയവ് ചെയ്ത് അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഇറങ്ങ. താങ്ക് യു ശിവ. വാ. ഏട്ടാ, ജ്യോതി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ജ്യോതി പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇപ്പൊ ഏട്ടന് സന്തോഷമായില്ലേ? അമ്മ ഇങ്ങ് വന്നേ. എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ താ. വാ വാ അമ്മേ, വാ. ഒരു വിത്തിട്ടാൽ 100 മേനി വിളയുന്ന കൃഷിയാ മോളെ അസൂയ. അതുപോലെ തന്നെയാ ഇഷ്ടവും. ഒരു പറ വിതച്ചാൽ
100 പറ കൊയ്യും. DKയുടെയും SKയുടെയും മനസ്സിൽ ഇനി ഈ വിത്ത് മുളച്ചത് തഴച്ചങ്ങ് വളരും. തുടക്കത്തിലേ ഇങ്ങനെ, അപ്പൊ അവസാനം എന്തായിരിക്കും? എനിക്ക് ആലോചിച്ചിട്ട് സന്തോഷം സഹിക്കുന്നില്ല മായച്ചി. DKയുടെ മനസ്സിൽ ഇതിനെ ഒരു സംശയരോഗമായിട്ട് വളർത്തിത്താരാണ് എന്റെ ഭഗവാനെ. അങ്ങനെയല്ല താരേ, വെറും സംശയരോഗമല്ല. അനിയന്റെ മനസ്സിൽ നിന്ന് മായുന്ന ഭ്രാന്ത് ഏട്ടന്റെ ഉള്ളിൽ വളരണം. DKയുടെ സമാധാനം നഷ്ടപ്പെടണം. ആർക്കെതിരെ ചിന്തിച്ചാലും DKക്കെതിരെ ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാഹചര്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ദിവസവും അമ്മ പ്രാർത്ഥിക്കുന്ന ആ പൂജാമുറിയിലെ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന്. ഞാനും അതേ ചെയ്യുന്നുണ്ട്. ഈ ലോകത്തെ എല്ലാവരുടെയും പ്രശ്നം സ്വന്തം നിലനിൽപ്പ് തന്നെയാടി. അത് രാജ്യങ്ങളായാലും കോർപ്പറേറ്റ് കമ്പനികളായാലും സാധാരണ മനുഷ്യരായാലും കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളായാലും അവനവന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് തോന്നിയ ആരോടും യുദ്ധം ചെയ്യും, ആരെയും ചതിക്കും. വേണ്ടി വന്നാൽ കൊല്ലും. നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ ജ്യോതി ഈ വീട്ടിൽ നിന്ന് പോകണം. SKയുടെ ശല്യം നമുക്കിനി ഉണ്ടാവരുത്. നമ്മുടെ അമ്മായി അച്ഛനെ പഴയതുപോലെ നമുക്ക് തിരിച്ചു കിട്ടണം. അത്രയുള്ളൂ. എന്ന് പറഞ്ഞ DK ഇനിയൊരു വിവാഹം കഴിക്കണമെന്നാണോ? DK വിവാഹം കഴിക്കണം. അത് പക്ഷേ ജ്യോതിയെ പോലെ ഒരാളെ അല്ല. നമ്മുടെ തലേ കയറുന്ന ഒരുത്തിയെ അല്ല, നമ്മൾ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരുത്തിയെയാ DK കല്യാണം കഴിക്കേണ്ടത്. എന്താടി? കൊള്ളാം. എന്ത്? അല്ല, കമ്മലിട്ടവൻ പോയാ കടുക്കനിട്ടവൻ വരുമെന്നൊരു പഴമൊഴിയുണ്ട്. നിന്റെ കാര്യത്തില് അത് 100% ശരിയാടി. ഏട്ടൻ കൊണ്ടുവിട്ടപ്പോ അനിയന്റെ കൈ പിടിച്ച് നീ തിരിച്ചു വന്നു. ശുക്രൻ ഉച്ചസ്ഥായിയിൽ കയറിയ ജാതകം അടി നിന്റെ. അതേടി മരുമകളെ, നീ പറഞ്ഞത് 100% ശരിയാ. എനിക്കിപ്പോ ശുക്രന്. നിന്നെ പോലെയുള്ള ശനിദോഷങ്ങളുടെ അപഹാരത്തിന് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഞങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ കളി ഭസ്മാസുരന് വരം കിട്ടിയതുപോലെയാ. നീ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നവൻ തന്നെ നിന്റെ സകല നാശത്തിനും കാരണമാവും. ഇത് മായയാ പറയുന്നത്. നിന്റെ മായ മന്ത്രമൊന്നും ഇങ്ങോട്ടെടുക്കാൻ നിൽക്കണ്ട. അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ശിവയോട് നിങ്ങൾക്കുള്ള ദേഷ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം നിങ്ങൾ കാരണം അവൻ ഭ്രാന്താശുപത്രിയിലായിപ്പോയെന്ന് എനിക്കറിയാം. നീയൊക്കെ എന്താടി കരുതിയത്? ഒരാളെ എല്ലാ കാലവും ഇരുട്ടറയിൽ അടച്ചിട്ട് നിനക്ക് സുഖമായിട്ടങ്ങ് ജീവിക്കാന്നോ? വല്ല ഭ്രാന്തന്മാരും മെന്റൽ ഹോസ്പിറ്റലായി പോയതിന് ഞാൻ എന്തു പിഴച്ചു? അതിന്റെ കണക്കെടുപ്പ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടി, നീയൊക്കെ എത്ര ശ്രമിച്ചാലും അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ഒരു വിധിയുണ്ട്. ആ വിധി SKക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ടാ ഈശ്വരൻ എന്നെ SKയുടെ മുന്നിൽ എത്തിച്ചത്. ഈശ്വരൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചതൊക്കെ കൊള്ളാം. പക്ഷേ SKയെ മുൻപിൽ നിർത്തി നീ വല്ലാതെ അങ്ങ് അഹങ്കരിക്കരുത്. SKയെ തിരിച്ചു കൊണ്ടുവന്നത് DKക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ വിരോധം കൊണ്ട് DK നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു. ഞാൻ ആലോചിച്ചു. എനിക്കതിനുള്ള ഉത്തരവും കിട്ടി. എന്തുത്തരം? പറയ് സൂര്യ, എന്താ കാര്യം? ഭയം, പിന്നെ കുറച്ച് കുശുമ്പും. നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം, നിന്റെ മുന്നില് ഇനിയും
പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള പേടിയാ DK കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. എന്തിനാ പേടി? എനിക്കതാ മനസ്സിലാവാത്ത. അമ്മ കഴിഞ്ഞാൽ DKക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? സുപ്രിയോട്. മരിച്ചുപോയെങ്കിലും സുപ്രിയ മാത്ര DKയുടെ മനസ്സിൽ. അതെ, പക്ഷെ അതിനെന്തിനാ എന്നെ പേടിക്കുന്നേ? സുപ്രിയ ആന്റിയെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ DKക്ക് കഴിയില്ല. പക്ഷേ ഇപ്പൊ ആ മനസ്സിൽ നീ കയറിക്കൂടോ എന്നൊരു ഭയം DKക്ക് വന്നു കഴിഞ്ഞു. എന്നുവെച്ചാ? അത് തന്നെ, അന്ധഭയം. ഓഹോ, അമ്മ ഇവിടെ വന്നിരിക്കായിരുന്നു. ചുമ്മാതല്ല മുകളിൽ കാണാഞ്ഞത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. തൊട്ടുപോര് തന്നെ. എണീക്കടാ, വയ്ക്കോ, എനിക്ക് കാണണ്ട നിന്നെ. അമ്മേ വേണ്ട, നീ തൊടണ്ട. ഡോണ്ട് ടച്ച് മീ. സോറി അമ്മേ. സോറി? എനിക്ക് നിന്റെ സോറി കീറി ഒന്നും കേക്കണ്ട. ഞാൻ കാരണമാണ് നിനക്ക് എന്നാ സംഭവിച്ചത് നീ എന്നോട് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ എന്റെ ഹാർട്ട് ബ്ലാസ്റ്റ് ആയിപ്പോയി. ഞാനതൊന്നും മനഃപൂർവ്വം പറഞ്ഞല്ലമ്മേ. അമ്മയ്ക്ക് അറിയില്ലേ എന്നെ? എനിക്ക് നിന്നെ അറിയില്ല. എന്റെ പൊന്നമ്മയല്ലേ. കൈ എടുക്കടാ. എന്റെ തൊട്ടല്ലേ അടിച്ചിട്ടും ശരിയാക്കും ഞാൻ. അമ്മ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചു. പക്ഷെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഇല്ല, ക്ഷമിക്കില്ല. നോ സോറി. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഞാൻ അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോഴാണ് മനസ്സിലായത്. അതെ, പോയി കിടന്ന് ഉറങ്ങണേ. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം എന്നോടാ കളി. നീ എന്തേ കാണിക്കുന്നു? നീ ഇവിടെ ഇരിക്കരുത്. ഞാനിവിടെ ഇരുന്നാ നിങ്ങൾക്ക് എന്താ കുഴപ്പം? വേണ്ട, നീ ഇവിടെ ഇരിക്കണ്ട. ശരി, ഞാനിവിടെ ഇരിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഇവിടെയല്ലേ കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നോളാം. പറ്റില്ല പറ്റില്ല, എന്റെ കട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. ശരി, ഇരിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനിവിടെ കിടന്നോളാം. എന്നെ തുടരുത്. എന്താ ചേട്ടാ? എന്നെ തുടരുന്നല്ലേ പറഞ്ഞ? മറുപടി കൊടുത്തു. എന്തിനാ ചേട്ടാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നേ? ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വന്നേല്ലേ. കൊമ്പമീശക്കാരന്റെ ഒരു പേടി. നീ ഈ മുറി കേറുന്നതന്നെ എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞേക്കാം. ഞാൻ ഈ മുറിയിലും കയറും, വേണ്ടി വന്നാൽ നിങ്ങളുടെ മനസ്സിലും കയറും. ഏട്ടാ, ഈ വന്നിരിക്കുന്ന ആരാന്ന് നോക്കിയേ. അങ്കിൾ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നോളൂ ഏട്ടാ. വന്നപ്പോഴേ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ജ്യോതിയെ പോലെ തന്നെ അങ്കിളും സൂപ്പറാ. അപ്പൊ നിങ്ങൾ സംസാരിക്കും.
കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അങ്കിളിന് ഒരു ടെൻഷനും വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോൻ ക്ഷമിക്കണം, ഞാനത് സംസാരിക്കാനല്ല വന്നത്. പ്രിയമോളുടെ കല്യാണത്തിനന്ന് ജ്യോതിമോളെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഞാൻ മോന് വാക്ക് തന്നല്ലേ. പിന്നെ എന്താ ഇന്നലെ സംഭവിച്ചത്? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് പ്രിയയുടെ കല്യാണം. അവരുടെ രണ്ടുപേരുടെയും ജീവിതം എനിക്കൊരുപോലെയല്ലേ മോനെ? ഞാൻ പറഞ്ഞല്ലോ അങ്കിളെ, ഇന്നലെ നടന്നതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ദയവ് ചെയ്ത് അങ്കിൾ എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കരുത്. മോനങ്ങനെ പറയാം, പക്ഷെ ഒരു അച്ഛന്റെ മനസ്സ് മോനറിയില്ല. കല്യാണം വരെ ജ്യോതിമോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇനി അവളെ തിരിച്ചു വിളിക്കാൻ മോൻ വരില്ല എന്ന്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ മോന്റെ അനിയൻ വന്ന് അവളെ തിരിച്ചുകൊണ്ടുപോയി. കാര്യം എന്താണെന്ന് ഞാൻ ജ്യോതിമോളോട് ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല. മോന്റെ അനിയൻ അവിടെ വന്നത് ആകെ വെപ്രളപ്പെട്ടിട്ടാ. അതും കൂടി കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു വല്ലായിക. അതുകൊണ്ടാ ഞാൻ മോനെ കാണാൻ വന്നത്. എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുവിടാൻ ഇവരെല്ലാരും കൂടെ ചേർന്ന് നടത്തിയ പദ്ധതി കേട്ടാ ഇത്. വിശ്വസിക്കരുത്, ഒന്നിനും വിശ്വസിക്കരുത്. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ ഇവർ സത്യം പറയും. ഇവരെല്ലാരും കൂടി ഏട്ടനെ ചതിക്കുക. യഥാർത്ഥത്തിൽ DK ചതിച്ചത് SK യാ. സുപ്രിയന്റിയെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത് SK അല്ലേ? No! ഞാനല്ല, ഞാനത് ചെയ്തിട്ടില്ല. കേട്ടോ വിശ്വസിക്കരുത്. മായ പറഞ്ഞാൽ എന്താ തെറ്റ്? അന്ന് നിന്നോടൊപ്പം വന്നപ്പോഴല്ലേ അപകടം ഉണ്ടായത്? ഇല്ല 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 ഇല്ല, ഞാനല്ല. ദേവ, എന്താടാ നീ ശിവയോട് പറഞ്ഞത്? മനപ്പുറമാണോടാ? അവന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതല്ലേ? എല്ലാവരും കൂടി എന്റെ മോനെ വീണ്ടും പ്രാർത്ഥനയാക്കുകയാണോ? ഞാനല്ല. ശിവ ശിവ മോനെ, ശിവ ശിവ മോനെ, മോനെ. നമുക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയാലേ അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. DKക്ക് ഇഷ്ടമല്ലെങ്കിലും അവൾക്കിനി അമരാവതിയിൽ നിന്നും തിരിച്ചു പോകാൻ മനസ്സില്ല. അവൾക്കിവിടെ പിടിച്ചു നിൽക്കണം. അതിനുള്ള തന്ത്രം മെനയാൻ അവൾക്ക് കിട്ടിയ ആയുധമാണ് ഇപ്പൊ നീ. വെറുതെ ജ്യോതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജ്യോതിയുടെ സ്തുതി പറഞ്ഞതൊന്നും അല്ല. നമ്മളെല്ലാരും ആദ്യം നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പൊ മനസ്സിലാവും ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റ്. ഗൂഗിളേട്ടാ, നിങ്ങൾ ആരും ഈ കഥ വിശ്വസിക്കരുത്. ഇതുവരെ ഇല്ലാത്ത ഈ കഥ അയച്ചു മനഃപൂർവ്വം പറയുന്നതാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനിത് വിശ്വസിക്കില്ല. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരല്ല അമ്മയും DK. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ അതിനൊരു കാരണം ഉണ്ടാവും. ഈ കഥയ്ക്കൊരു മറുവശം ഉറപ്പായും ഉണ്ട് ബാലു. അതറിയണമെങ്കിൽ ഇപ്പൊ മായേച്ചി പറഞ്ഞ ഈ കാര്യം അമ്മയോടോ DKയോടോ ചോദിക്കണം. ചോദിക്കും, ആരോട് വേണമെങ്കിലും ചോദിക്കും. പക്ഷേ അത് ആരുടെയും ഔദാര്യമായിട്ടാവരുത്.
ഈ അമരാവതി വീടിന്റെ തുല്യ അവകാശിയായിരുന്ന അമ്മയുടെ മക്കളായിട്ടായിരിക്കണം. ഇതുവരെ ഞാനിത് നിങ്ങളോടൊക്കെ മറച്ചു വെച്ചത് ഈ വീടിനെ കരുതിയാ. ഓ, അപ്പൊ ഇപ്പൊ ഈ വീടിനെ കുറിച്ചുള്ള കരുതലൊക്കെ ഇല്ലാതായോ? ഇനി SK തിരിച്ചു വരുന്നതുകൊണ്ട് ഈ വീടങ്ങ് നശിച്ചു പോകുന്നാണോ മായച്ചിയുടെ മനസ്സിലിരിപ്പ്? ഈ വീടിന്റെ ഏറ്റവും വിശ്വസ്തയായി നിന്നിട്ട് DK അമ്മയും ഒരിക്കലും എതിർക്കില്ലെന്ന് പറഞ്ഞു നിങ്ങള്. ഇപ്പോ താൻ ഈ വില്ലത്തിയായി മാറിയോ? DKയ്ക്കും ഈ വീടിനും വേണ്ടിയെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതൊക്കെ അഭിനയം മാത്രമായിരുന്നോ? നിങ്ങളാണോ മായച്ചി ഈ കഥയിലെ യഥാർത്ഥ വില്ലത്തി? നിർത്തടി. നീ എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാനാണ് വില്ലത്തി എന്ന് പറഞ്ഞു പരത്താൻ നിന്നോട് ജ്യോതി പറഞ്ഞായിരുന്നോ? ഞാൻ വില്ലത്തി കളിക്കാൻ തുടങ്ങിയ നീയൊന്നും അത് താങ്ങില്ല ചിത്രേ. ഞാൻ ഈ വീട്ടിൽ സുപ്രിയ ആന്റിക്ക് ശേഷം വന്ന മരുമകളാ. എന്റെ ഭർത്താവിനും കൂടി അവകാശപ്പെട്ട മണ്ണില ഞാൻ ചവിട്ടി നിൽക്കുന്നത്. DK ഈ വീടിന്റെ നെടും തൂണ. അമ്മയാണ് ഈ വീടിന്റെ അധികാരി. DKയുടെ ഏറ്റവും വലിയ ദൗർബല്യം SK ആണ്. ഈ അമരാവതി വീട്ടിൽ സമാധാനം പുലരണം, അതിലാർക്കും തർക്കമില്ല. പക്ഷേ അതൊന്നും നമ്മുടെയൊക്കെ ജീവിതം ചവിട്ടി മെതിച്ചുകൊണ്ടാവരുത്. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. സങ്കടം എല്ലാവർക്കും ഉണ്ടമ്മേ. ഈ വീടിനെ തുരങ്കം വയ്ക്കാൻ ശത്രുക്കളുമായി ചേരുന്ന മരുമക്കളും ഭാര്യമാരും ഒരു വശത്ത്, അവരോടുള്ള ശിവയുടെ ശത്രുത മറുവശത്ത്. ഇതിനിടയിൽ ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കും? തെറ്റ് ചെയ്തിട്ട് പോലും എനിക്കവരെ ശിക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ശിവയെ വഴക്ക് പറയേണ്ടി വരുന്നു. എന്റെ ഗതികേട് അല്ലാതെന്താ? അവനല്ല തെറ്റ് ചെയ്തത്, എന്നിട്ടും ഞാൻ അവനെ ചീത്ത പറഞ്ഞു. അത് അവന്റെ മനസ്സിനെ പോറിലേൽപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ പോയി ശിവയോട് മാപ്പ് പറയാം. പോരെ? ദേവാ, വേണ്ടമ്മേ. ഹിറ്റ്ലർ കരയാൻ പാടില്ല. എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് എപ്പോഴേക്കോ ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഉള്ളിൽ ചിരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഹിറ്റ്ലറിന്റെ സങ്കടത്തിന് മാത്രം ഒരു വിലയുമില്ല. അമ്മേ, ഇനി ശിവ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനും കാരണക്കാരൻ ഞാനാവില്ലേ? ഞാൻ പോയി അവനെ കാണാം. മോനെ ശിവ, ഏട്ടൻ പറഞ്ഞതിന്റെ ബാക്കി പറയാൻ വന്നാണോ അമ്മ? നോ മൈസൽ, അമ്മയ്ക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ. മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മയെങ്കിലും അതൊന്നും മനസ്സിലാക്കിയാൽ മതി. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല അമ്മ. അവരെല്ലാം കൂടി DK ചതിക്കുക. അമ്മ നോക്കിക്കോ, അവർ ചതിക്കും. DK ചതിക്കും. മോനെ, അമ്മയ്ക്ക് നിന്നെ തിരിച്ചു കിട്ടിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമാ.
ഇനിയും നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അമ്മേ, എനിക്കിനി എങ്ങും പോകണ്ട. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. മോനിനി എന്ത് കണ്ടാലും ആരോടും ഒന്നും മിണ്ടാൻ പോകണ്ട. അവരൊക്കെ എന്ത് വെള്ളം ചെയ്തോട്ടെ മോനെ. അവരൊക്കെ വിഷമിക്കുന്നത് നിന്റെ ഏറ്റ സങ്കടാവും. ദേഷ്യം വരുമ്പോ മനസ്സ് നിയന്ത്രിക്കണം കേട്ടോ. ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ. പക്ഷേ ഓരോന്ന് കാണുമ്പോ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോവാ. അവനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്നോട് എതിർത്തപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയതമ്മേ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ. പോട്ടെ, സാരമില്ല. ഇനി ഇങ്ങനെ വരുമ്പോ അമ്മയെ ഓർത്താ മതി. മനസ്സ് ശാന്തായിക്കോളൂ. എനിക്ക് നിങ്ങളോട് മറ്റൊന്നും സംസാരിക്കാനില്ല. ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ട് പുറത്തുനിന്ന് രഹസ്യമായി ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കാന്ന് വിചാരിക്കരുത്. പിൻവാതിലും മുൻവാതിലും ഞാൻ ഇപ്പൊ പൂട്ടും. ഇപ്പൊ തന്നെ റോക്കിയെ അഴിച്ചുവിടും. പുറത്തുനിന്ന് ഭക്ഷണമായി ആരെങ്കിലും ഈ മതില് ചാടിയ റോക്കി അവന്റെ ജീവനെടുക്കും. ഓർത്തോ? നീ ഒന്നും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ കഴിക്കും. നിങ്ങൾ ഇത്രയും പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിക്കും. ഇന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ മുതൽ നിന്നെയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലിഞ്ഞ. വേണമെങ്കിൽ ഇവരെ വിളിച്ചോണ്ട് വന്ന് കഴിക്കടി മരുമകളെ. മൈ ലിറ്റിൽ കണ്ണ, എത്ര ഹാപ്പി ആയിട്ടിരുന്ന ഹൗസാ ഇത്. ഇപ്പൊ ഫുഡ് പോലും ആർക്കും വേണ്ട. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്റെ കണ്ണ? എന്റെ കൃഷ്ണ. ഇതെന്താമ്മേ, ആരും ആഹാരം കഴിച്ചില്ലേ? നോ മൈ സൺ. ജ്യോതി എല്ലാരും വിളിക്കാൻ പോയിരിക്കുക. എല്ലാരും പിളക്കത്തില്ല. ആവശ്യമില്ലാതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിണങ്ങിയിരിക്കാൻ ഇവർക്ക് നാണമാവില്ലേ? ആഹാരത്തിനോട് എന്തിനാ ഇവര് ദേഷ്യം കാണിക്കുന്നത്? വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോ. വിശപ്പിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും. ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാ ഈ വീട്ടിലിപ്പോ നടക്കുന്നത്. അതെല്ലാം നീ വന്ന് കേറിയതിനു ശേഷമാ സംഭവിച്ചത്. അങ്ങനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹിറ്റ്ലറെ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കും. നീ എന്താ എന്നെ കുറ്റപ്പെടുത്തുവാണോ? സത്യം പറയുമ്പോ കുറ്റപ്പെടുത്തലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് നിങ്ങളുടെ മരുമക്കൾ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ അവർ ഈ വീട്ടില് 3 അടുക്കള ഉണ്ടാക്കാനും മതി. നോ, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ആരോടും ചോദിച്ചിട്ടൊന്നും അല്ല. അത് താനെങ്ങ് സംഭവിക്കുന്നതല്ലേ. നിങ്ങളുടെ മരുമക്കളും ഭാര്യമാരും ശിവയുമായി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നത് സ്വാഭാവികം. അവർക്ക് ശിവ ഇവിടെ നിൽക്കുന്നതിനോട് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ വിഴുങ്ങാസ്യാന്ന് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ.
ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? നിങ്ങളുടെ മരുമക്കളെയും ഭാര്യമാരെയും മാറ്റി താമസിപ്പിക്കണം, എത്രയും പെട്ടെന്ന്. ശിവ പറയുന്നത് കേട്ടിട്ടാണോ നീ ഇത് ആവർത്തിക്കുന്നത്? അയ്യോ അല്ല, എല്ലാ കാലവും നിങ്ങളുടെ ചിറകിനടിയിൽ അവരെ താമസിപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാ. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, ആഗ്രഹമുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കല്ലേ. അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനും ഞാൻ തടസ്സം നിന്നിട്ടില്ല. എന്നിട്ടെന്തേ നിങ്ങളുടെ 3 മരുമക്കളിൽ ആർക്കും ഒരു കുഞ്ഞിക്കാല് ജനിക്കാണ്ട് പോയത്? അതവര് സ്വയം വേണ്ടെന്ന് വെച്ചതാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നീ എന്തേ പറഞ്ഞു വരുന്നത്? ഒരു കുഞ്ഞും കുടുംബമൊക്കെ കല്യാണം കഴിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. നിങ്ങൾക്കൊരു പക്ഷെ അതില്ലായിരിക്കും. അവരുടേതായ ഒരു ജീവിത പരിസരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കല്ലേ. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കി ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. DK, സംഭവിച്ചതൊന്നും മനഃപൂർവ്വമല്ലാന്ന് DKക്ക് അറിയാമല്ലോ. DK ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ വീടിങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. DK തന്ന വാത്സല്യം, ഞങ്ങളോട് കാണിച്ച സ്നേഹം, കരുതൽ, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. DK പോലൊരാളുടെ മരുമകളാകാൻ ആരും ആഗ്രഹിക്കും. അത് ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. DKയുടെ ശാസനകൾ ഞങ്ങൾക്കുള്ള ഓരോ പാഠങ്ങളായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ബുദ്ധിയില്ലായ്മ കൊണ്ട് DKയുടെ ആൺമക്കൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ DK അവരോട് ക്ഷമിക്കണം. നെഞ്ചിൽ കടാര കുത്തിയിറക്കിയിട്ട് ചോര വരുമെന്ന് കരുതിയില്ലെന്ന് പറയുന്ന പോലെയാണ് മായപ്പ ഇത് പറയുന്നത്. എന്റെ ജീവിതം പോയാലും ഈ കുടുംബം ഒന്നിച്ചുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം അമരാവതിയുടെ മുകളിലേക്ക് വളർന്ന് ഇപ്പൊ അത് ഈ വീടിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലെത്തി.